ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا ومن أحسن دينا മതപരമായി ഏറ്റവും സുന്ദരനായ വ്യക്തിത്വം മിമ്മൻ ഒരുവനാണ് അസ്ലമ വജ്ഹഹു ലില്ലാഹ് അവന്റെ മുഖത്തെ അവന്റെ ജീവിതത്തെ പടച്ചവന് വേണ്ടി അവൻ കീഴ്പ്പെടുത്തി വഹുവ മുഹ്സിനുൻ അവൻ നന്മ നിറഞ്ഞവനാണ് വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ അവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഋജുവായ മാർഗത്തെ പിൻപറ്റുകയും ചെയ്തു വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഉറ്റമിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നു വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ആകാശഭൂമികളിലുള്ള സകലതിന്റെയും ഉടമാധികാരം അല്ലാഹുവിനാണ് وكان الله بكل شيء محيطا അല്ലാഹു എല്ലാ വസ്തുക്കളെയും പരിപൂർണമായി നിയന്ത്രിക്കുന്നവനാണ്. ഇരുലോക വിജയത്തിന് സത്യവിശ്വാസമോ സൽക്കർമ്മോ വേണമെന്ന് പറഞ്ഞു. അതുണ്ടാക്കിയെടുക്കാനുള്ള മാർഗം എന്താണ്? അല്ലാഹു പറയുന്നു, നിങ്ങൾ യാത്ര ചെയ്യും. ഒന്നെങ്കിൽ ഹജ്ജിന് ഉംറയ്ക്ക് നിങ്ങൾ യഥാർത്ഥ യാത്ര തന്നെ നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രങ്ങൾ പരതിക്കൊണ്ട് പഠനത്തിന്റെ യാത്ര നടത്തുന്നു. എന്നിട്ട് മഹാത്മാക്കളെ പറ്റി പഠിക്കുന്നു, അവരെ കഴിവിന്റെ പരമാവധി പിൻപറ്റുന്നു. ആ മഹാത്മാക്കളിൽ വളരെ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്ന ഒരു മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു തആല അതിന് പ്രേരിപ്പിക്കുന്നു, വമൻ അഹ്സനു ദീന മതപരമായി ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്നവൻ ആരാണെന്നറിയാമോ? ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും നല്ല മതഭക്തൻ, ഏറ്റവും ഉയർന്ന ധർമ്മനിഷ്ഠയുള്ള വ്യക്തി ആരാണെന്നറിയാമോ? മിമ്മൻ ഒരുവനാണ് അസ്ലമ വജ്ഹഹു ലില്ലാഹ് അവൻ പടച്ചവന് കീഴ്പ്പെട്ടു, പരിപൂർണ മനസ്സോടെ പടച്ചവന് കീഴ്പ്പെട്ടു. അല്ലാഹുവേ, നീ എനിക്ക് ജീവനം നൽകി, എന്റെ ജീവനം നിനക്കായി സമർപ്പിക്കുന്നു. ഖബറുകളിലേക്ക് നോക്കും, വീടിന്റെ ഭിത്തികളിലേക്ക് നോക്കും. എന്റെ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, പടച്ചവൻ അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ജീവിതത്തിന് തന്നിരിക്കുന്നു, ഞാൻ ഈ ദിവസം പടച്ചവന് വേണ്ടി സമർപ്പിക്കുന്നു. വഹുവ മുഹ്സിൻ രണ്ടാമതായി അവൻ നന്മ നിറഞ്ഞവനാണ്. അള്ളാഹു എല്ലാം കാണുന്നു എന്ന ബോധം നിലനിർത്തുന്നു, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന വിശ്വാസം നിലനിർത്തുന്നു. എന്നിട്ട് അധികമായി നന്മകൾ പ്രവർത്തിക്കുന്നു, പടച്ചവരോടുള്ള കടമകൾ പാലിക്കുന്നു, പടപ്പുകളോടുള്ള കടമകൾ പാലിക്കുന്നു. വത്തബഅ മില്ലത ഇബ്രാഹീം പ്രത്യേകിച്ചും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ പിൻപറ്റുന്നു. ഹനീഫൻ എല്ലാ ഭാഗത്തു നിന്നും മുഖത്തെ തിരിച്ച് പടച്ചവരിലേക്ക് മാർഗം സഞ്ചരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ അവൻ പിൻപറ്റുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മഹാനവറുകളുടെ മാർഗത്തെ മക്കയിൽ പോയി കാണുന്നു. മക്ക മുക്കറമ ഇന്ന് ലോകത്തെ ഒന്നാന്തരം പട്ടണം. നമ്മുടെ ബലഹീനതയ്ക്കനുസരിച്ച് കാരുണ്യവാനായ രക്ഷിതാവ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു, പടച്ചവൻ ഇനിയും വർദ്ധിപ്പിക്കുമാറാകട്ടെ. പക്ഷെ അന്ന്
ആരുമില്ലാത്ത നാട്, ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു കൃഷി പോലുമില്ലാത്ത നാട് മക്ക മുക്കറമ. അള്ളാഹു കൽപ്പിക്കുന്നു, അവിടെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് പോകിൻ. എന്റെ ഒരു ഭവനമുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ പ്രളയത്തെ തുടർന്ന് അതിന് ബലക്ഷയം സംഭവിച്ചു. അവസാനം അത് ഏതാണ്ട് പൊളിഞ്ഞുപോയി. അവിടെ താങ്കൾ ഒരു വീട് നിർമ്മിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു നൽകി ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്നു. എന്നിട്ട് ആദ്യം ഭാര്യയും കുഞ്ഞിനെയും അവിടെ താമസിപ്പിക്കുന്നു. ഭാര്യയും ഭർത്താവിനെ പോലുള്ള തന്നെ ഭാര്യ. സഹോദരങ്ങളെ, നമ്മൾ നന്നായാൽ നമ്മുടെ ഭാര്യ നന്നാകും. സഹോദരിമാരെ, നമ്മൾ നന്നായാൽ നമ്മുടെ ഭർത്താവ് നന്നാകും. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും അവര് നന്നാകുന്നില്ല, ഇവര് നന്നാകുന്നില്ല. എളുപ്പവഴി, നമ്മൾ നന്നാകും. കുറെ നാൾ കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം മടങ്ങി വരുന്നു. മകനോട് പറയുന്നു, മോനെ, ഇതുപോലെ പടച്ചവന്റെ കൽപ്പന നിന്നെ അറുക്കണമെന്ന്. മകൻ പറയുന്നു, വാപ്പ, എന്ത് പടച്ചവൻ കൽപ്പിച്ചോ താങ്കൾ അതുപോലെ ചെയ്യും, ഞാൻ ക്ഷമിക്കും, സഹിക്കും. മക്കൾ നന്നാകണമോ? നമ്മൾ നന്നാകും, മക്കളും നന്നാകും. പടച്ചവന്റെ സാധാരണ നടപടിക്രമമാണ്. മകനെയും കൂട്ടി ഇബ്രാഹിം അലൈഹിസ്സലാം മിനായിലേക്ക് പോകുന്നു. മകനെ അറുക്കാൻ പരിശ്രമിക്കുന്നു. പടച്ചവൻ അറുക്കുന്നതിന് പകരം ഒരാടിനെ പകരം കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെയും കൂട്ടി മടങ്ങി വരുന്നു. അള്ളാഹുവിന്റെ മൂന്നാമത്തെ കൽപ്പന, നിങ്ങൾ കഅബ ശരീഫ് പണിയണം. വാപ്പയും മകനും കൂടി അള്ളാഹുവിന്റെ വീട് പണിയുന്നു. മകൻ ജബലുൽ കഅബയിൽ നിന്നും കല്ലുകൾ ഇളക്കി, പാറക്കല്ലുകൾ പൊട്ടിച്ചു കൊണ്ടുവരുന്നു. വാപ്പ പരിശുദ്ധമായ കഅബ ശരീഫ് നിർമ്മിക്കുന്നു. അതിനുശേഷം വീണ്ടും അല്ലാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിമെ വീട് പണിതോ, വീട്ടിലേക്ക് ആളുകളെ വിളിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുന്നു, ആളുകൾ വരുന്നു. ഖിയാമത്ത് നാൾ വരെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തീരുന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ കൽപ്പന, وطهر بيتي للطائفين والعاكفين والركع السجود. എന്റെ വീട് വൃത്തിയാക്കി വെക്കണം. തവാഫ് ചെയ്യുന്നവർക്ക്, ഇഅ്തികാഫിരിക്കുന്നവർക്ക്, നാട്ടുകാർക്ക്, വിദേശികൾക്ക്, നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാപ്പയും മകനും നിർവഹിക്കുന്നു. واتبع ملة إبراهيم حنيفا. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പഠിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീപ്തമായ സ്മരണ മക്ക മുക്കറമയിൽ നിലകൊള്ളുന്നു. അള്ളാഹു നമ്മളെ മസ്ജിദുൽ ഹറാമിൽ എത്തിക്കുമാറാകട്ടെ. തവാഫ് ചെയ്യുന്നു. ഉടനടി കാണുന്നു മഖാം ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്മാരകം. അതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദാസൻ കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തിയത്. വീണ്ടും മുമ്പോട്ട് നീങ്ങി ഇടതുഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നു ഹിജ്ർ ഇസ്മായിൽ നബി അലൈഹിസ്സലാം താമസിച്ചതായ സ്ഥലം. അള്ളാഹുവിന്റെ വീടുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. തവാഫ് കഴിഞ്ഞ് നിങ്ങൾ സഈയിലേക്ക് പ്രവേശിക്കും. സഫാമലയുടെ മുകളിൽ ഇവിടെ അള്ളാഹുവിന്റെ ദാസി ആരുമില്ലാത്ത സമയത്ത് നിന്ന് അള്ളാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്. പടച്ചവന് വിളി കേട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് മറവയിലേക്ക് നടക്കിൻ. മറവയിൽ നിന്ന് സഫയിലേക്ക് 7 പ്രാവശ്യം നടക്കിൻ. അള്ളാഹുവിന്റെ ദാസിയായ ഹാജർ നടന്നിട്ടുണ്ട്. അതിനെ അനുകരിച്ച് നിങ്ങളും ഇതുപോലെ നടക്കിൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഗുണം ഉൾക്കൊള്ളിൽ സർവസ്വവും പടച്ചവന് വേണ്ടി സമർപ്പിക്കൽ, അള്ളാഹുവിന്റെ ഒരു ദാസനായി ജീവിക്കൽ, പടച്ചവന്റെ ഒരു ദാസിയായി ജീവിക്കൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ഗുണം കൊണ്ട് എന്ത് കിട്ടി? നമ്മളും ഈ ഗുണം ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് എന്ത് കിട്ടും?
അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ ഇഷ്ടനായി തിരഞ്ഞെടുത്തു. ഖലീൽ, അങ്ങേയറ്റം പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ സ്നേഹിതനായി, പടച്ചവന്റെ സ്നേഹഭാജനമായി തിരഞ്ഞെടുത്തു. അള്ളാഹുവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹം അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ ഗുണം ഉണ്ടാക്കിയെടുക്കിൽ നിങ്ങളെ പടച്ചവൻ സ്നേഹിക്കും. നിങ്ങളുടെ ദുനിയാവും സന്തോഷത്തിലാകും, നിങ്ങളുടെ മരണവും എളുപ്പമാകും, ഖബർ ആനന്ദകരമാകും, മഹ്ശർ അഭിമാനകരമാകും, അവസാനം നിങ്ങൾ സ്വർഗത്തിലെത്തും. ശേഷം അല്ലാഹു വീണ്ടും ഇതിന്റെ കാതലായ ഭാഗം പറയുന്നു. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ ഗുണം എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ നമുക്ക് ഈ ഗുണം എവിടെ നിന്ന് കിട്ടും? പടച്ചവന് വേണ്ടി സർവസ്വവും സമർപ്പിക്കൽ, പടച്ചവനെ നിരന്തരം ധ്യാനിച്ച് ജീവിക്കൽ, നിങ്ങളുടെ ഈമാൻ ശരിയാക്കുന്നതിൽ നിന്നും കിട്ടും. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിൽ എന്തെല്ലാമുണ്ടോ സർവ്വതിന്റെയും ഉടമാധികാരം പടച്ചവനാണ്. ആകാശത്തിന്റെ ഉടമസ്ഥൻ അല്ലാ, ഭൂമിയുടെ ഉടമസ്ഥൻ അല്ലാ, മനുഷ്യന്റെ ഉടമസ്ഥൻ അല്ലാ, സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാ, ആരോഗ്യത്തിന്റെ ഉടമസ്ഥൻ അല്ലാ, അറിവിന്റെ ഉടമസ്ഥൻ അല്ലാ, മുഴുവൻ കാര്യങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സകല കാര്യങ്ങളുടെയും ഉടമാധികാരി അല്ലാഹുവാണ്. ആ അല്ലാഹു എന്നോട് കൽപ്പിക്കുന്നു പടച്ചവനെ ആരാധിക്കാൻ. ആ അല്ലാഹു എന്നോട് കൽപ്പിക്കുന്നു പടപ്പുകളോട് നല്ല നിലയിൽ വർത്തിക്കാൻ. മനുഷ്യന്റെ പ്രവർത്തനം എളുപ്പമായി തീരും. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീതാ. വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീതാ. അല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അല്ലാഹുവാണ് എല്ലാം പടച്ചത്. അല്ലാഹുവാണ് സർവ്വതിന്റെയും ഉടമസ്ഥൻ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. പടച്ചവന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് എനിക്കിന്നൊരു ദിവസം കിട്ടി. പടച്ചവന്റെ ഉദവി ഉള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നു. പടച്ചവന്റെ ഉദവിയുള്ളത് കൊണ്ട് നമുക്കൊരു ദിവസം ജീവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീതാ. അല്ലാഹു നമുക്ക് പടച്ചവനെ പറ്റിയുള്ള പരിപൂർണ വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ ഉന്നതമായ ഗുണങ്ങളും അല്ലാഹു നൽകുമാറാകട്ടെ.